കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തളം കുളനട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കാവ് പരിരക്ഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേഷ് മണ്ണാർശാല ഉദ്ഘാടനം ചെയ്തു. കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം GK നമ്പൂതിരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തളം കുളനട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കാവ് പരിരക്ഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PR വാസുദേവ പണിക്കരുടെ അധ്യക്ഷതയിൽ കൂടി സമ്മേളനം സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേഷ് മണ്ണാർശാല ഉദ്ഘാടനം ചെയ്തു. മരങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് വീട് വെക്കുന്നതിന് മുമ്പേ ചെയ്യുന്ന ആദ്യത്തെ സത്കർമ്മമായിട്ട് മൂല്യം കണക്കാക്കി വരുന്നു. അപ്പൊ ഇത്തരത്തില് വൃക്ഷങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ആ പുരയിടത്ത് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി നിറഞ്ഞത്. പരിസ്ഥിതിയും ആരാധനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം GK നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. കഷായം കൊടുത്തു അങ്ങനെ അതുപോലെ തന്നെ പീഡൻ 9 വയസ്സുള്ളത് മുതൽ 9 വേണ്ട 30 വയസ്സുള്ളത് തുടങ്ങി 90 കഥ 100 വയസ്സുള്ള സ്ത്രീകളെ വരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്കനാജനമായ ഭഞ്ജന ബിരുദന്മാരെ അങ്കനാജനമായ ഭഞ്ജന ബിരുദന്മാരെ നിറഞ്ഞു. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ കാട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ വിളിച്ചു സത്യരാധികൾ ഇങ്ങനെ തന്നിരിക്കുന്ന നാടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ നമ്മുടെ മലയാളികളുടെ പ്രത്യേകത ഇതൊക്കെ പറയുമെങ്കിൽ ഈ എല്ലാത്തിനും ഭയം. അടുത്ത നമ്മൾ കൊറോണ വന്നപ്പോൾ ഒരു വാർത്ത മുഴുകിയിട്ടാണ്. കൊറോണ വന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും കൊറോണ ഡോക്ടർ വന്ന് കൊറോണ കണ്ടു. കൊറോണ വിളിച്ചത് ചത്തുപോകുമെന്ന് വെച്ചാൽ അവർ ആത്മഹത്യ ചത്തുപോകുമെന്ന് 7 ആത്മഹത്യ ചെയ്ത ആളുകളാണ്. കാവുകളുടെ വികസനത്തിന് MP MLA ഫണ്ടുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി N ഗോപിക്കുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആര്യാട് സിദ്ദിഖ്, ബേബി പാറക്കാടൻ, L കൃഷ്ണൻ തെങ്ങമം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.